ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ഗാർഡനിലെ ഒരു ചെടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ചെടി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണാടി ചെടിയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ണാടി ചെടിയാണ് കേട്ടോ. ഇതൊരു 3-4 ഷെയ്ഡുകളിൽ വരുന്ന ഒരു കണ്ണാടി ചെടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കണ്ണാടി ചെടി. എൻ്റെയൊക്കെ പക്കൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം പോയി. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്ലാന്റ്സിൽ തന്നെ ഒരു 2-3 ഷെയ്ഡ് കളറുകൾ കയറി വരും കേട്ടോ. ഇത് അതിൻ്റെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടി കളറാണ് കേട്ടോ. ഇത് കുറച്ച് നാൾ നട്ടതിന് ശേഷം ഈ ഒരു കളറിലോട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു മജന്ത ഷെയ്ഡൊക്കെ മാറിയിട്ട് ഒരു സൈസ് മെറൂണും കാപ്പിപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ളൊരു കളറിലോട്ട് വന്നേക്കാണ് കേട്ടോ. പക്ഷെ പലരും എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ 2 പ്ലാന്റ്സുകളും കാണുമ്പോൾ 2 പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അവർ വിചാരിക്കുന്നത്. കാരണം എന്നോട് ഇതിൽ നിന്ന് ഒരു കമ്പ് കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്നിന്ന് ഒടിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും മറ്റതിൽ നിന്നും കൂടി തരാൻ പറയും കേട്ടോ. സംഭവം ഇത് ഒരു ചെടി തന്നെയാണ്, പക്ഷേ 2 കളർ ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് പിന്നെ വെയിൽ കൂടി കുറച്ച് കിട്ടുകയാണെങ്കിൽ നല്ല ഒരു മജന്ത ഷെയ്ഡിൽ കൂടി വരും കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ വച്ചിരിക്കുന്നത് അത്ര വെയിൽ കിട്ടുന്ന സ്ഥലത്തല്ല. കാരണം ഇപ്പോൾ ഉണക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനുമൊക്കെ കുറവുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരുവിധം തണലൊക്കെ ഉള്ള ഭാഗത്തോട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആണ്. ഇതൊരു 3-4 ചട്ടിയിലാക്കി നമ്മുടെ വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് വെട്ടിയിടാൻ സമയമായി. അതുകൊണ്ടാണ് ഇതിന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാ കണ്ണാടി ചെടികളെല്ലാം ഇതുപോലെ മുകൾ ഭാഗം വെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളരും. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒറ്റ കമ്പായിട്ട് നട്ട് കഴിഞ്ഞാൽ അതൊരു ഭംഗിയും കാണത്തില്ല. നമ്മുടെ കുഞ്ഞു ഗാർഡനിലെ മറ്റുള്ള ചെടികൾക്കൊപ്പം ഈ ഒരു പ്ലാന്റ്സ് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര മനോഹരമാണ് ഈ ഒരു പ്ലാന്റ്സ്. പിന്നെ അതുപോലെ തന്നെയാണ് കുഞ്ഞ് ഗാർഡനായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ ഗാർഡനൊന്നും അല്ല കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനിപ്പോൾ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് ഉണക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി വീണ്ടും എനിക്ക് പ്ലാന്റ്സുകൾ പിരിച്ചൊക്കെ നട്ടിട്ട് നല്ല രീതിക്ക് ഇനിയും വലിയ രീതിക്ക് തന്നെ ഗാർഡൻ ആക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ടേ കാണുന്നവർക്കൊക്കെ അറിയാം. ഫസ്റ്റ് അങ്ങനെ അധികം 1-2 ചെടികൾ അങ്ങും ഇങ്ങും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുവിധം ഒരു കുഞ്ഞു ഗാർഡനൊക്കെ ആയിട്ട് വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്രയായാലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. കയറി വരുന്നവർക്കായാലും നമുക്കായാലും അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണല്ലേ ചെടികളോടൊപ്പം ചിലവഴിക്കുമ്പോഴും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട് ഫുള്ളും ഗാർഡൻ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഫുള്ളും വെട്ടിയിട്ട് വേറൊരു ചട്ടിയിലോട്ടാക്കി വെക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കൊണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെട്ടിയിട്ട് നിൽക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും കാണത്തില്ല. അത് ഒരു 2-3 ദിവസത്തേക്കുള്ള ഒരു ഭംഗിക്കേടേ കാണത്തുള്ളൂ കേട്ടോ. അത് ഇതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ പൊട്ടിക്കിളർച്ച് വരും. അപ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാൻ. ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ബോഗൺവില്ലയൊക്കെ വെറൈറ്റിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഒരു ലോകം തന്നെ ബോഗൺവില്ലയുടേതാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഇത്രയും എനിക്ക് കുഞ്ഞ് പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തറയിലൊക്കെ നടാനുള്ളവർക്കാണെങ്കിൽ ഇത് കുഞ്ഞായിട്ട് വരിക്ക് നട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അതിനുള്ള ആ ഒരു സംവിധാനമൊന്നുമില്ല. കാരണം നമ്മുടെ തറയെന്ന് പറയുന്നത് അറിയാലോ, നല്ല രീതിക്ക് കൊട്ടൻ തറയാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെ നടാനും പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. മിറ്റമെന്ന് പറയുമ്പോൾ അത്ര വിശാലമൊന്നും അല്ല കേട്ടോ. അങ്ങനെ നല്ല ലെവലൊന്നും ഉള്ള മിറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള ചെടികളൊക്കെ ഞാൻ ഇതുപോലെ ചട്ടികളിലൊക്കെ ആക്കിയാണ് വെക്കുന്നത്. ഇതൊരു കുഞ്ഞു ചട്ടി അവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വേറൊരു പ്ലാന്റ്സ് ഈ ഇടയായിട്ട് ഞാൻ ഒടിച്ച് വെച്ചേക്കുകയാണ്. അത് നല്ല രീതിക്ക് മൂടൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും വേറെയൊക്കെ മാറ്റി നടണം. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ എന്തായാലും കുനുകുനാന്ന് പറഞ്ഞ് ഞാൻ നടാൻ പോവുകയാണ് കേട്ടോ. അത് അപ്പോഴാണ് പിടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ ഞാൻ പിരിച്ച് നടാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാം കുഞ്ഞു ചട്ടികളിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരുപാട് ചട്ടികൾ മേടിച്ചിട്ട് വേണം എനിക്ക് അതൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ള ചെടികൾക്കൊക്കെ ഞാൻ സാധാരണ ചാണാനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ചാണാനൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളവും കൂടി ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ അതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ കൊണ്ടുപോകാറ്. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് സാധാരണ ഞാൻ എൻ്റെ ചെടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല തണലുണ്ട്. ഈ ഭാഗത്ത് ഏതൊരു ചെടി നട്ട് വെച്ചാലും അത് പിടിച്ച് കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണലാണ്, എന്നാൽ ആവശ്യത്തിന് പ്രകാശവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ മണ്ട വെട്ടി എല്ലാ ചെടികളും
ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും കിളുത്ത് വരും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ അടുത്തൊരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒരു 2-3 ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു കണ്ണാടി ചെടിയാണ് കേട്ടോ. എവിടെയെങ്കിലും വീട്ടുകളിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും കൊണ്ടുവന്ന് നട്ട് നോക്കണം നിങ്ങൾ. പിന്നെ 2 ദിവസമൊക്കെ കൂടി വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒരുവിധം വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റി ബോഗൺവില്ലയും അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് പൂവൊക്കെ പിടിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെടികളൊക്കെ ഒന്ന് പിരിച്ച് നടണമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഗാർഡൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.